എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം കുട്ടികളുടെ ഭാവി വെച്ച് ജൂഡോ കളിക്കുന്ന സർക്കാരിനെ കുറിച്ചാണ്. മോഡി ഭരണത്തിൽ നീറ്റ് എന്ന പേരിൽ ഒരു കുട്ടികളികൾ 2014 മുതൽ 2026 വരെയുള്ള കഥ പറയാം. വിദ്യാർത്ഥികളെ, നിങ്ങളുടെ പഠന ജീവിതം വലിയ കഷ്ടപ്പാടിലൂടെയാണ് കടന്നുപോകുന്നത്. അതിലും വലിയ കഷ്ടം, ആ കഷ്ടപ്പാടിനൊടുവിൽ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ ഭാവി വെച്ച് ആരെങ്കിലും ജൂഡോ ചെയ്യുകയാണെങ്കിൽ. അതാണ് നീറ്റ് പരീക്ഷയുടെ കഥ. നീറ്റ് എന്ന പേര് കേൾക്കുമ്പോൾ നീറ്റുകയാണ് എന്ന് തന്നെ വിളിക്കണം. കാരണം ഈ പരീക്ഷ വിദ്യാർത്ഥികളുടെ മനസ്സിനെ നീറ്റിക്കും, അവരുടെ സ്വപ്നങ്ങളെ ചാമ്പലാക്കും, തിരിച്ചുപിടിക്കാൻ സാധിക്കാത്ത നിങ്ങളുടെ സമയത്തെ ഇല്ലാതാക്കും. കോടികളും ലക്ഷങ്ങളും നൽകി നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറായവർക്ക് അതിലേറെ മാനസിക സമ്മർദ്ദം. ഇതെല്ലാം പഠിച്ചു പരീക്ഷ എഴുതിയാൽ എന്താണ് അവസ്ഥ? എന്താണ് ഈ രാജ്യത്തിൽ സംഭവിക്കുന്നത്? 2014 മുതൽ 2026 വരെ നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു പരീക്ഷയുടെ ചരിത്രമല്ല, മറിച്ച് ഒരു വിചിത്രമായ സീരിയസ് തമാശയുടെ വിഷയങ്ങളാണ്. ഈ സീരീസ് തുടങ്ങിയത് 2015 AIPMT എന്ന പടത്തോടെ. അന്നൊരു പേപ്പർ ലീക്ക്, അത്രയും മമ്പൻ ലീക്ക്. സുപ്രീം കോടതിക്ക് തന്നെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി. ചൂടുപിടിച്ചു. കോടതി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കളി? നീറ്റിന്റെ മുൻഗാമിയായ ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് പേപ്പർ ലീക്കായി. 10 സംസ്ഥാനങ്ങളിൽ ലീക്ക് സ്ഥിരീകരിച്ചു. സുപ്രീം കോടതി മുഴുവൻ പരീക്ഷ റദ്ദാക്കി. റീ എക്സാമിന് ഉത്തരവിട്ടു. ഇത് മോഡി ഭരണത്തിന്റെ തുടക്കത്തിലാണ്. അങ്ങനെ മുഴുവൻ പരീക്ഷയും റദ്ദാക്കി. പിന്നെയും എഴുതിക്കോളൂ. അതോടെ കുട്ടികളുടെ നെഞ്ച് പിളർന്നു. അവർ വീണ്ടും പഠിക്കാനിരുന്നു. പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. അടുത്ത വർഷം 2016 2 ഫേസ് ഉള്ള നീറ്റ്. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. എന്നാൽ ഫേസ് രണ്ടാമത്തേതിൽ തട്ടിപ്പുകൾ വീണ്ടുമുണ്ടായി. വാരണാസിയിലും അലഹബാദിലും വീണ്ടും ചോദ്യപേപ്പർ ലീക്കായി. 8 പേരുടെ അറസ്റ്റ്. പക്ഷെ അതുകൊണ്ടെന്ത് കാര്യം? ലീക്ക് പേപ്പറും വാങ്ങി ചിലർ പരീക്ഷ എഴുതി. ആരോപണങ്ങൾ ഉയർന്നു. കോടതിയിൽ പെറ്റീഷനുകൾ വന്നു. പക്ഷേ പൂർണ്ണ റീടെസ്റ്റ് ഉണ്ടായില്ല. പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വീണ്ടും നിരാശരായിരിക്കേണ്ടി വന്നു. അന്നു തന്നെ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ പരീക്ഷാ വ്യവസ്ഥിതി ഒരു അരിപ്പ പോലെയാണ്. നിറയെ വലിയ ദ്വാരങ്ങളുള്ള അരിപ്പ. 2020 മുതൽ 2021 കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ ആയിരുന്നു. ജനങ്ങൾ വീട്ടിൽ കിടന്നു. പക്ഷെ ചിലർ അതൊരു വലിയ ബിസിനസ് സാഹചര്യമായി കണ്ടു. സോൾവർ ഗാങ് എന്ന ടീം വന്നു. ഇവരുടെ ജോലി നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളെ വെച്ച് പരീക്ഷ എഴുതിക്കുക എന്നതായിരുന്നു. 50 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങളുടെ പേരിൽ മാർക്ക് വാങ്ങിത്തരാം. എന്തൊരു നല്ല ബിസിനസ്! എത്ര വലിയ ജീവകാരുണ്യം! 2021 CBI വന്ന് 4 പേരെ പിടിച്ചു. 2022 8 പേരെ കൂടി പിടിച്ചു. എന്തിന്? ബയോമെട്രിക്കും കൃത്രിമം കാണിച്ചു. വിരലടയാളം പോലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടായിരുന്നു ഈ പരിപാടികൾ. ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ കേന്ദ്ര ഭരണ നേതാക്കൾക്ക് സമയമില്ല. കാരണം അവർക്ക് മറ്റ് ജോലിയുണ്ട്. 2024 വർഷത്തിൽ വലിയ സ്കെയിലിൽ പേപ്പർ ലീക്ക്. മെയ് 5 പരീക്ഷ. ബീഹാർ, ബാർഖണ്ഡ് തുടങ്ങിയ ഇടങ്ങളിൽ ചോദ്യപേപ്പർ ലീക്ക്. 30 മുതൽ 50 ലക്ഷം രൂപയ്ക്ക് പേപ്പർ വിറ്റെന്ന ആരോപണം. 13 പേർ അറസ്റ്റ് ചെയ്തു. റിസൾട്ട് ദിവസം 67 പേർക്ക് 720-ൽ 720 മാർക്ക്. ഒരേ സെന്ററിൽ തന്നെ 6 പേർ ഗ്രേസ് മാർക്ക്. വിവാദങ്ങൾ 1563 പേർക്ക്. പ്രതിഷേധങ്ങൾ. സുപ്രീം കോടതി ഇടപെടൽ. CBI അന്വേഷണം. SC പറഞ്ഞത് ലീക്കുണ്ടായി 155 പേർക്ക് ബെനിഫിറ്റ്. പക്ഷേ സിസ്റ്റമിക് ഫെയില്യൂർ അല്ല, ഫുൾ റീ എക്സാം വേണ്ട. ഗ്രേസ് മാർക്ക് പിൻവലിച്ചു. 2025 സോഷ്യൽ മീഡിയയിൽ
ടെലിഗ്രാം/വാട്സപ്പ് വഴി ലീക്ക് വാർത്തകൾ. പക്ഷേ ഔദ്യോഗികമായി കൺഫേം ലീക്കല്ല. അതുകൊണ്ടുതന്നെ അന്വേഷണമുണ്ടായില്ല. 2026 ഇപ്പോഴത്തെ ക്രമക്കേട് വാർത്തകൾ. മെയ് 3 പരീക്ഷ. മെയ് 3 22 ലക്ഷത്തിന് മുകളിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ. മെയ് 12 NTA പൂർണ്ണമായി റദ്ദാക്കി. രാജസ്ഥാൻ SOG അന്വേഷണം ആരംഭിച്ചു. ഗസ് പേപ്പർ 410 ചോദ്യങ്ങൾ 15 മുതൽ 30 വരെ ദിവസം മുൻപ് തന്നെ വാട്സാപ്പിൽ സർക്കുലേറ്റ് ചെയ്തു. ക്യൂമിസ്ട്രിയിൽ 120 ചോദ്യങ്ങൾക്ക് മാച്ച് ഉണ്ടായി. നാസിക്, ഹരിയാൻ, രാജസ്ഥാൻ തുടങ്ങിയിടങ്ങളിൽ ഇതിനായുള്ള നെറ്റ്വർക്ക്. 30,000 മുതൽ 28 ലക്ഷം വരെ വിലയ്ക്കാണ് കച്ചവടം ഉറപ്പിച്ചിരുന്നത്. CBI അറസ്റ്റുകൾ. BJP ലീഡർമാർ ഉൾപ്പെടുന്നവരുടെ ലിസ്റ്റുകൾ പുറത്തുവരുന്നു. ഈ ചോദ്യപേപ്പർ ചോർച്ചകളെല്ലാം നടക്കുന്നത് BJP ഭരണത്തിലിരിക്കുന്ന സ്ഥലങ്ങളിലാണ്. കുട്ടികൾ വീണ്ടും റോഡിലിറങ്ങി. ഡൽഹിയിലും കോട്ടയിലും പ്രതിഷേധം. NTA പറയുന്നു 7 മുതൽ 10 വരെ ദിവസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവുമെന്ന്. പക്ഷേ ഈ ജനത ആരെ വിശ്വസിക്കും? കോൺഗ്രസ് പോലുള്ള ഓപ്പോസിഷൻ പാർട്ടികൾ പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിൽ 89 പേപ്പർ ലീക്കുകൾ, 48 തവണ എക്സാം. മോഡി ഭരണത്തിൽ ഇത്രയൊക്കെ പ്രതീക്ഷിക്കാവൂ. ഗവൺമെന്റ് പ്രോബ് ഓർഡർ ചെയ്യുന്നു. പക്ഷേ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ രാജ്യം ഭരിക്കേണ്ട രാമാലക്ഷ്മണന്മാർ എവിടെയായിരുന്നു? ഒരാൾ മുഖം മിനുക്കി റീൽസ് എടുക്കാൻ വേണ്ടി ലോകം മുഴുവൻ ചുറ്റുന്നു. G7, G20 വിദേശയാത്രകൾ. അതിനിടയിൽ നീറ്റിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ പറഞ്ഞു, ചില കുഴപ്പങ്ങളുണ്ടായി, ഞങ്ങൾ നടപടിയെടുക്കും. മറ്റൊരാൾ ചാക്കും വാഷിംഗ് മെഷീനും തൂക്കി സംസ്ഥാനങ്ങൾ ചുറ്റുന്നു. ഒരുപക്ഷേ വാഷിംഗ് മെഷീനിൽ കറങ്ങുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണോ, അതോ ഈ രാജ്യത്തിന്റെ തന്നെ ഭാവിയോ? എന്തുകൊണ്ട് 2015 മുതലുള്ള ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ടാവുന്നത്? എന്തുകൊണ്ട് 10 വർഷം കൊണ്ട് 48 തവണ എക്സാം? എന്തുകൊണ്ട് 89 പേപ്പർ ലീക്കുകൾ? ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. ആരോട് ചോദിക്കും? ആരോട് കാര്യങ്ങൾ പറയും? ഒന്നുമില്ലെങ്കിൽ ഭരണത്തിന് സമയമില്ല, അല്ലെങ്കിൽ സമയം അവർക്ക് മറ്റ് കാര്യങ്ങൾക്ക് വേണം. 2026 എക്സാം എപ്പോഴാണ് എന്നുള്ളത് അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അടുത്ത ലീക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും. കാരണം അതിന് രാഷ്ട്രീയ മുതലാളിമാർ ഒരുങ്ങിക്കഴിഞ്ഞു. നീറ്റ് പരീക്ഷകളുടെ പൂർണ്ണ അധികാര ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൽ നിന്നും മാറ്റി 2013 മുൻപുണ്ടായിരുന്ന പോലെ സംസ്ഥാനങ്ങൾക്ക് നൽകുകയാണ് ഏറ്റവും നല്ലത്. അടുത്ത വിഷയവുമായി വീണ്ടും വരാം. ജയ് ഹിന്ദ്.